മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുന്ന ഒരു നിലപാടുമായിട്ട് രാവിലെ വെള്ളക്കുപ്പായിട്ട കുറേ കുട്ടപ്പന്മാരെ നമ്മൾ കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരാൾക്ക് രണ്ട് പേർക്ക് നാല് പേർക്ക് തൊപ്പിയുണ്ട്. അത് മോശമായിപ്പോയി, ഒരുപോലെ ഇരിക്കണമായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യുമെന്നാണ് ചോദിക്കാൻ വന്നത്. നമ്മൾക്ക് എവിടെയാണ് ഈ വെള്ളക്കുപ്പായം, എവിടെയാണ് ഈ തൊപ്പി എന്ന് ചോദിക്കാൻ വന്നത്. ഞങ്ങൾ തിരിച്ച് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള വാക്കേഴ്സ് അസോസിയേഷൻ ടീമാണ്. ഞങ്ങളൊരു രാവിലെ എല്ലാ ദിവസവും ഞങ്ങൾ തങ്കശ്ശേരിയിലാണ് എല്ലാ ദിവസവും. ഇന്നിവിടെ ആ കല്ലിൻ്റെ ആ ഭാഗം വരെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ മോർണിംഗിൽ നടക്കുന്ന. വൈകിട്ട് എത്ര മണി വരെയാണ് അവിടെ ആളുകൾക്ക് പ്രവേശനം? രാവിലെ 6 മുതൽ 8 വരെ ഉള്ളൂ എൻ്റെ ശരിയായിട്ടുള്ള പ്രവേശനം. 6 മുതൽ 8 വരെ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോയില്ല? ഇന്ന് പോയില്ല. ഞായറാഴ്ച ഞങ്ങൾ പൊതുവെ അവിടെ റെസ്റ്റാണ്. ഓ ശരി, ഞായറാഴ്ച ഇവിടെയാണ്. എല്ലാവർക്കും തൊപ്പി ഒരുപോലെ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തൊപ്പി വെച്ചോളാം. 2 തൊപ്പിയുണ്ട്. അല്ലല്ലല്ല, മാഡത്തിൻ്റെ ഒരു വാക്കേഴ്സ് ഒരു വാക്കത്തോൺ ഉണ്ടെന്ന്. ഇതിനാണ് ചോദിച്ചു വാങ്ങുക പറയുന്നത്. കേരളം പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്തത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക. ഒരു വാക്കത്തോൺ പരിപാടിയുണ്ട്. അതായത് മാഡം ഡോക്ടർ. അതെ അതെ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആ പരിപാടി ഞങ്ങളെല്ലാവരും. സംഘടന ഏതാ? അപ്പോൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒഫ്താൽമിക്. ഇന്നലെ നമ്മൾ കണ്ടത് ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ വനിതാ ദിനം പ്രമാണിച്ച് രാവിലെ ഇവിടെ വാക്കത്തോൺ ഉണ്ടായിരുന്നു. ഇത് കൊല്ലം ഒഫ്താൽമിക് അസോസിയേഷൻ സെക്രട്ടറി, ഞാൻ സെക്രട്ടറി ഡോക്ടർ ഷൈനി, ഇത് പ്രസിഡന്റ് ഡോക്ടർ മിനി. ഗുഡ് മോർണിംഗ്. ഇവരെയൊക്കെ കൂട്ടി വളരെ ഈ ഒരു പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത് വേൾഡ് ഗ്ലൂക്കോമ വീക്കിൽ. ഗ്ലോക്കോമയെ പറ്റി ഒരു അവയർനെസ്. നേരത്തെ ഗ്ലോക്കോമ കണ്ടുപിടിച്ചാൽ നമ്മുടെ കാഴ്ചയെ സംരക്ഷിക്കും. അത് എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇത് നടത്തുന്നത്. അപ്പം കേരളം ഒട്ടക്കുണ്ടോ അതോ ഇവിടുത്തെ മാത്രം ഒരു വേൾഡ് ഞാൻ ചോദിച്ച കേരളത്തിൽ അതിൻ്റെ ഒരു ഓപ്പറേഷൻ? എല്ലാ ഡിസ്ട്രിക്ട് ക്ലബ്ബുകാരും ഇത് ഡിസ്ട്രിക്ട് ഒഫ്താൽമിക് ക്ലബ്ബുകാരും ഇത് കൊണ്ട് വേൾഡ് ഗ്ലോക്കോമ അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷനാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പലരും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവരുടെ കാഴ്ചയൊക്കെ ബാധിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതറിയാതെ പോകും. പിന്നെ ആശുപത്രിയിൽ ആളുകൾ ചെക്കപ്പിന് വരുമ്പോൾ ഡോക്ടേഴ്സാണ് ഇത് പലപ്പോഴും. ചെക്കപ്പിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. നമുക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് കണ്ണിനുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ വേസ്റ്റ് ആവും. സൈഡ് വിഷനൊക്കെ കുറയും. ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലർ ബുദ്ധിമുട്ട് പറയും, ഓവർടേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു കേൾക്കുന്നുണ്ടോ? ചുമ്മാ തൊപ്പി വെച്ചിട്ട് കാര്യമില്ല, രാവിലെ നടന്നിട്ട് കാര്യമില്ല. ഡോക്ടർമാർ പറയുന്നത് ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. പിന്നെ അതിനുവേണ്ടിയല്ലേ ഞങ്ങൾ ഈ പരിപാടി. എന്നിട്ട് ഇത് കണ്ണ് ടെസ്റ്റ് ചെയ്തോ? ഞങ്ങളൊരു അതിനൊരു തുടക്കം കുറിക്കില്ല. കണ്ണ് ടെസ്റ്റ് ചെയ്തോ? എല്ലാ വർഷവും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ണ് ടെസ്റ്റ് ചെയ്യണം. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്താൽ വളരെ നല്ലത്. അതെ, ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഡോക്ടർ ഇതൊന്നും പറയുന്നത് കേട്ടോ. ഇത് കാണുന്ന എല്ലാ മനുഷ്യരോടും കൂടിയാണ് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോണ്ടിരിക്കുകയല്ലേ അവർ പറയുന്നത്. തൊപ്പി വെച്ചാൽ കാര്യമില്ല, ഗ്ലൂക്കോമയ്ക്ക് പരിഹാരം തൊപ്പിയല്ല. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പാരമ്പര്യ രോഗമാണ്. അപ്പം ഒരു കുടുംബത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ, കുട്ടികൾ എല്ലാവരെയും കൊണ്ടുവന്ന് പരിശോധിക്കുക. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഡോക്ടർ ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പുറകിരിക്കുന്നവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ പ്രോഗ്രാം അവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇവരുടെ കൂട്ടായ്മയിൽ കൂടുന്നത്. അപ്പോൾ ഇനിയും ആളുകൾ എത്തും. എന്താ ഇനി അടുത്ത പരിപാടി എന്താ? അസോസിയേഷൻ മെമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരും കൂടി എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി ഇവിടെയുള്ള ഓക്കെ. അപ്പോൾ ആ ഒരു പ്രചാരണത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഇനി അത് നടക്കട്ടെ. താങ്ക് യു. അപ്പോൾ കാണാം. ബൈ. അടുത്ത മാസം 6-ാം തീയതി ഇതുപോലെ ഒരു പരിപാടി തങ്കശ്ശേരിയിലുണ്ട്. അപ്പോൾ ഇത് കൊട്ടേഷൻ അങ്ങ് എടുത്തിരിക്കുകയാണോ? ഞങ്ങളുടെ ടീമിന്റെ ഒരു വാക്കത്തോണുണ്ട്. അതിന്റെ വിഷയം എന്തുവാ? ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച്. അപ്പോൾ ഒരു വർഷം ഏതൊക്കെ നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവും? വേൾഡ് ലോകാരോഗ്യ ദിനത്തിനുള്ള വാക്കത്തോണാണ് ഞങ്ങൾ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ അസോസിയേഷൻ നടത്തുന്നത്. അതെല്ലാ കൊല്ലവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു 750ഓളം പേര് നമ്മൾ സംഘടിപ്പിച്ച് നടത്തുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ അതിനെക്കാട്ടും ഒരു 1000 ആണ് നമ്മുടെ ലക്ഷ്യം.